മധുരയിൽ നിന്ന് ഗോകുലത്തിലെത്തിയ വസുദേവൻ കൃഷ്ണയും യശോദയുടെ കുഞ്ഞിനെയും തമ്മി മാറ്റി. പിന്നീട് രാവിലെ യശോദ ഉണർന്നു. തൻ്റെ അരികിൽ കിടന്നിരുന്ന കുഞ്ഞി കൃഷ്ണനെ നോക്കി പുഞ്ചിരിച്ചു. അങ്ങനെ അന്ന് രാവിലെ തന്നെ ഗോകുലത്തിലുണ്ടായിരുന്ന ഏവരും കുഞ്ഞി കൃഷ്ണൻ്റെ ജന്മദിനം ആഘോഷിച്ചു. അവർ ആ കുഞ്ഞിന് കൃഷ്ണൻ എന്ന് തന്നെ പേരിട്ടു. കുഞ്ഞി കൃഷ്ണൻ എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു. കൃഷ്ണനെ കാണുവാനായി എല്ലാ ദിനങ്ങളിലും ആരെങ്കിലും നന്ദഗോപൻ്റെയും യശോദയുടെയും വീട്ടിലെത്തുമായിരുന്നു. ശ്രീകൃഷ്ണൻ്റെ മധുരമായ ശബ്ദം ഗോകുലത്തിൽ എന്നും ധ്വനിക്കുമായിരുന്നു. ഒരു ദിവസം ഇരിക്കെ ഗോകുലത്തിൽ ഇരുണ്ട കാർമേഘങ്ങൾ നിറഞ്ഞു. ഇടിയുടെ ശബ്ദം. ഒരു സുന്ദരിയായ സ്ത്രീ അവിടെ എത്തി. അവളെ കണ്ട് എല്ലാവരും അമ്പരന്നു പോയി. അവൾ പതിയെ ശ്രീകൃഷ്ണൻ്റെ അരികിലെത്തി. തൊട്ടിലിൽ കിടക്കുന്ന ശ്രീകൃഷ്ണൻ മെല്ലെ എടുത്തു. മുലപ്പാൽ കൊടുക്കുവാൻ തുടങ്ങി. കംസനെ വധിക്കാൻ പോകുന്ന കുഞ്ഞിനെ പെട്ടെന്ന് കൊല്ലാൻ വേണ്ടി കംസൻ അയച്ച ഒരു അസുരവർഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് പൂതന. അവൾ തൻ്റെ വിഷം നിറഞ്ഞ പാൽ ശ്രീകൃഷ്ണന് കൊടുത്തു. കുഞ്ഞി കൃഷ്ണൻ അതൊന്നും നോക്കാതെ അവളുടെ പാലിനൊപ്പം അവളുടെ ജീവൻ തന്നെ വലിച്ചെടുത്തു. ഈ കഥ എല്ലാവർക്കും പരിചയം കാണുമല്ലേ? ഈ പൂതനയ്ക്ക് ഒരു മുൻജന്മം കൂടി ഉണ്ടായിരുന്നു. ഗർഗസംഹിത പ്രകാരവും ബ്രഹ്മവൈവർത്തന പുരാണം അനുസരിച്ച് രത്നമാല ബലിയുടെ ഇളയ സഹോദരി. ഭഗവാൻ വിഷ്ണുവിൻ്റെ 5ാം അവതാരം ഭൂമിയിൽ എത്തി. അദ്ദേഹത്തിൻ്റെ പേര് വാമനൻ. വാമനൻ്റെ വരവ് കണ്ട് അവൾ വിചാരിച്ചു, ഇതുപോലൊരു മകനെ നീ കിട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ അവനെ ഞാൻ കൊഞ്ചിച്ച് വളർത്തിയേനെ. പക്ഷേ പിന്നീട് തൻ്റെ സഹോദരനായിട്ടുള്ള ബലിയെ പാതാളത്തിനടിയിലേക്ക് ചവിട്ടി താഴ്ത്തിയപ്പോൾ അവൾ കോപത്തിൽ പറഞ്ഞു, ഇതേ കണക്ക് എനിക്കൊരു മകൻ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവന് ഞാൻ വിഷം നൽകിയേനെ. അങ്ങനെ അവൾ അടുത്ത ജന്മത്തിലേക്ക് പോയി ചാരുമതിയായി. അവൾ കലിബിരു മഹർഷിയുടെ മകളായി വന്നു. അവൾ ഒരു വിഷ്ണു ഭക്തിയായിരുന്നു. ചാരുമതി വിവാഹിതയായിരിക്കെ അവൾ മറ്റൊരു പുരുഷനെ പ്രണയിക്കാൻ തുടങ്ങി. തീർത്ഥയാത്രയ്ക്ക് വേണ്ടി പോയ അവളുടെ ഭർത്താവ് തിരിച്ചെത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു തൻ്റെ ഭാര്യ ചതിക്കുമായിരുന്നുവെന്ന്. അതറിഞ്ഞ് ചാരുമതിയുടെ ഭർത്താവ് അവളെ ശപിച്ചു. അടുത്ത ജന്മം നീ ഒരു അസുരവംശത്തിൽ ജനിക്കട്ടെ എന്ന് പറഞ്ഞൊരു ശാപം കൊടുത്തു. പൂതന തൻ്റെ മുൻജന്മത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ ജന്മത്തിൽ കൃഷ്ണൻ നിറവേറ്റി കൊടുത്തു. മുൻജന്മം അറിയാവുന്ന കൃഷ്ണൻ അവൾ പറഞ്ഞ രീതിയിൽ തന്നെ അവളുടെ മകനായി പാലും വിഷവും കുടിക്കുകയും അവൾ ചെയ്ത തെറ്റായ കർമ്മത്തിന് അവൾക്ക് ശിക്ഷ കൊടുക്കുകയും ചെയ്തു. മരണമെന്ന ശിക്ഷ. കൃഷ്ണൻ്റെ കൈകൊണ്ടുള്ള മരണം കാരണം അവൾ മോക്ഷം നേടുകയും ചെയ്തു. ഇതായിരുന്നു നമുക്ക് പലർക്കും അറിയാത്ത പൂതനയുടെ മറ്റൊരു കഥ, പൂതനയുടെ മുൻജന്മ കഥ.